ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. 12:30 സ്പീച്ച് കേൾക്കാൻ പറ്റിയ സമയമാണെന്ന് എനിക്കറിയാം. സ്റ്റാർട്ടിങ് ഫ്രം 2020 ഞാൻ ടൈമിൽ ജോയിൻ ചെയ്തത് 2020-ലാണ്. കോവിഡ് വന്ന അതേ സമയത്താണ് ഞാൻ ടൈമിലേക്ക് വന്നത്. സോ ഇറ്റ് വാസ് ലൈക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു ഫുള്ളും. അപ്പോൾ എനിക്കായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. തുടങ്ങിയപ്പോൾ ആദ്യം ഒരു ജോഷൊക്കെ ഉണ്ടായിരുന്നു. കാരണം MBA എനിക്ക് എടുക്കണമായിരുന്നു. കാരണം CA CMA ഒന്നും എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളത് ഐ വാസ് ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോൾ MBAയിലേക്ക് പോവുകയാണെങ്കിൽ CAT പ്രിപ്പയർ ചെയ്യണം, CAT ക്ലിയർ ചെയ്യണം എന്നൊക്കെയായി. പിന്നെ എക്സാമല്ലേ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോയി. പക്ഷേ പറ്റില്ല എന്ന് എന്താ പറയുക, കാലം കാണിച്ചു തന്നു എന്നുള്ളതാണ് കാര്യം. 2021 ആയി ഒന്നും നടന്നില്ല. 2022 ആയി. എയിംകാറ്റ്സിന്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളത് റിയൽ ലൈഫ് എക്സാമ്പിളാണ് നമ്മുടെ എയിംകാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പെക്ടേഷൻസ് ഡു ഹേർട്ട്. അപ്പോൾ പലർക്കും എന്താ പറയുക, അപ്പോൾ CAT തുടങ്ങിക്കഴിഞ്ഞപ്പോൾ CAT എക്സാം 2022 ഞാൻ പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ എൽസ ഒക്കെ എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. അപ്പോഴും എൽസയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. സോ എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്തത് CAT-ലാണ് എൻ്റെ എക്സാംസ് സ്റ്റാർട്ട് ആയത്. CAT ക്ലിയർ ചെയ്തു, റിസൾട്ട് വന്നു, 35% കിട്ടി. SAT ക്ലിയർ ചെയ്തു, അറൗണ്ട് 40-45% കിട്ടി. XGMT ക്ലിയർ ചെയ്തു, 35% കിട്ടി. സ്നാപ്പ് ക്ലിയർ ചെയ്തു. സ്നാപ്പാണ് ക്ലിയർ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. സ്നാപ്പിൽ ഒരു 76-75% കിട്ടി. സിംബൈസിസിൽ കയറും എന്ന് വിചാരിച്ചു ലാസ്റ്റ് മിനിറ്റ് വരെ. 55th പേഴ്സൺ ആയിരുന്നു ഞാൻ. 50 ആൾക്കാരെ അവർ എടുത്തു, അവർ നൈസായിട്ട് തേച്ചു, അവിടെ നിന്ന് കഴിഞ്ഞു പോയി. പിന്നെ ഡിസ്നെറ്റ് എഴുതി, അതും കഴിഞ്ഞു പോയി. ഇതുപോലെ 30-20% ആയിരുന്നു. പിന്നെയാണ് നമുക്ക് CMAT വരുന്നത്. CMAT-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി CMAT എത്തിയപ്പോഴാണ് ശരിക്കും ഞാൻ CAT-ന് കൊടുക്കേണ്ട സീരിയസ്നെസ് ഞാൻ CMAT-ന് കൊടുത്തത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തു. പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. CMAT അത്ര ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് തോന്നി. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ പോയി. ആ സമയത്താണ് എനിക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്റ്റ് പീരിയഡിൽ CMAT-ന്റെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് CMAT ക്ലിയർ ചെയ്തു. CMAT-ൽ അറൗണ്ട് 77% കിട്ടി. അപ്പോൾ CMAT ക്ലിയർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ കൊടുത്ത ഡെഡിക്കേഷൻ CAT-ൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ സ്കോർസ് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ എത്തിയേനെ എന്നുള്ളത്. CMAT കൊണ്ട് ഞാൻ രാജഗിരി ക്ലിയർ ചെയ്യാൻ പറ്റി. എനിക്ക് NL ഡാൽമിയ ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജ് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ വാട്ട് മേഡ് മീ ഗോ ത്രൂ ഓൾ ദീസ് എക്സാംസ്, ഓരോ എക്സാം കഴിയുമ്പോഴും മാർക്ക് ഒരു 50 ബിലോ ആയിരുന്നു. 50 അബവ് പോയിട്ടേ ഉണ്ടായിരുന്നു. അതൊക്കെ സ്നാപ്പിലും CMAT-ലും മാത്രമേ പോയത്. സോ ഇറ്റ്സ് അബൌട്ട് ദ മൈൻഡ് സെറ്റ് യു കീപ്, ഹൗ യു ട്രാവൽ ത്രൂ ഓൾ ദ ഫെയിലിയേഴ്സ്. അപ്പോൾ ഓരോ ഫെയിലിയർ കഴിയുമ്പോഴും അടുത്ത എക്സാം ഉണ്ട് എന്ന് പറഞ്ഞ് ലൈറ്റായി എടുക്കാതെ കുറച്ചുകൂടെ ഒരു സീരിയസ്നെസ് നെക്സ്റ്റ് എക്സാമിന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു. സോ ഫെയിലിയേഴ്സ് ഉൾക്കൊള്ളാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഫസ്റ്റ്ലി ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് NL ഡാൽമിയ എന്നുള്ളതൊരു പേരിയേണ്ട കോളേജല്ല, പലർക്കും അറിയാത്ത കോളേജായിരിക്കും. ഇറ്റ് ഈസ് എ സ്മോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി. പക്ഷേ അവിടുത്തെ എക്സ്പോഷർ എനിക്ക് കിട്ടിയത് ഇറ്റ്സ് ഇൻ മുംബൈ. അപ്പോൾ അവിടുത്തെ എക്സ്പോഷർ കിട്ടിയത് really good for me. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ I was enjoying and I am enjoying there. So ആ ഒരു ഒന്നുമല്ല എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും വന്നതാണ്. സോ പലർക്കും സെയിം ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും. കാര്യമില്ല, അത് നമ്മളെല്ലാവരും ഗോ ത്രൂ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഫേസ് ആൻഡ് ദിസ് ടു ഷാൽ പാസ് ആസ് ദേ സേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കുന്നതും പല കാര്യങ്ങളും. ഈവൻ ഓരോ എനിക്കത് കഴിയുമ്പോഴും കമല മാം ഉണ്ടായിരുന്നു, ദിജു സാർ ഉണ്ടായിരുന്നു, ഹരി സാർ ഉണ്ടായിരുന്നു, അജിത് സാർ ഉണ്ടായിരുന്നു.
അപ്പൊ അവരൊക്കെ പറയും ദിജു സാറുടെ മോട്ടിവേഷൻ കേട്ടിട്ട് മേ ബി എനിക്ക് മാത്രമായിരിക്കും മോട്ടിവേറ്റഡ് ആവാതെ ഇരുന്നൊരു വ്യക്തി. ടു ബി ഫ്രാങ്ക്, ശരിക്കും സാറിന്റെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ആ ഒരു സമയത്ത് മൈൻഡിൽ കയറും ദാറ്റ് ഐ വോണ്ട് ടു ഡു ദിസ്, ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളത്. പക്ഷെ ആ ഒരു there was something, നമ്മളൊരു സാധനം കേൾക്കുമ്പോൾ നമുക്കത് വേണമെന്ന് ഉള്ളിൽ നിന്ന് ഒരു വിളി വേണം, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഇന്നർ ഫയർ വാസ് മിസ്സിംഗ് ഇൻ മൈ കേസ്. അപ്പോ അത് ഇന്നർ ഫയർ കണ്ടെത്താൻ കുറെ സമയം എടുത്തു, അതിന് പിന്നെ പിടിച്ചു കയറാൻ കുറെ സമയം എടുത്തു. സോ എനിക്കിത് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഐ ആം ഷുവർ, ഐ ആം 100% ഷുവർ ദാറ്റ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ കോളേജും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു ആൻഡ് വിഷിംഗ് യു ബെസ്റ്റ് വിഷസ്. I would like to request Remialis to please come and honor the achievers.